CPMകാർ ഇപ്പോൾ DYFIക്കാരൊക്കെ സാധാരണ ചുമരിൽ എഴുതി വെക്കുന്നൊരു വാചകമുണ്ടല്ലോ, കൊല്ലാം പക്ഷേ തോൽപ്പിക്കാനാവില്ല. ഇലക്ഷൻ കാലത്ത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ തോൽപ്പിക്കാം പക്ഷേ ബോധ്യപ്പെടുത്താനാവില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു. കാരണം ആ നിലക്കാണ് അദ്ദേഹം അന്ന് സംസാരിച്ചത്, മെനിയാന്ന് സംസാരിച്ചത്, ഈ റിസൾട്ട് വന്ന ദിവസം ഗോവിന്ദ മാഷ് സംസാരിച്ചത്. എന്ന് മാത്രമല്ല അതിന് ശേഷം വന്നിട്ടുള്ള ധാരാളം വിശകലനങ്ങൾ, പ്രത്യേകിച്ച് നോക്കൂ, ഈ നമ്മൾ ഈ സൈബർ വെട്ടുകളികൾ എന്ന് പറയുന്ന ആ ടൈപ്പിൽപ്പെട്ടല്ല, ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ബുദ്ധിജീവികൾ, എഴുത്തുകാർ, മാധ്യമപ്രവർത്തകർ, ഈ ബ്രോഡർ ലെഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി പെട്ടിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ വളരെ അക്കാഡമിക്കായിട്ട് തന്നെ ഈ തിരിച്ചടിയെ അല്ലെങ്കിൽ ഈ റിസൾട്ടിനെ വിശകലനം ചെയ്യുകയും ഗുരുതരമായ പിഴവുകൾ വന്നിട്ടുണ്ടെന്നും ആ പിഴവുകൾ എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് അതേക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ധാരാളം വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഗതി പാർട്ടി ശരീരത്തിലേക്ക്, ഒന്നാമത് ഞങ്ങൾ തോറ്റിരിക്കുന്നു എന്ന ബോധ്യം, അതേപോലെ ആ ബോധ്യം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ആ കറക്റ്റീവ് സ്റ്റെപ്സ് എന്തൊക്കെയാണ് പിഴവുകൾ, അതൊക്കെ ഇങ്ങനെ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ആളുകൾ പറയുകയും അതേക്കുറിച്ച് വിശകലനം ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഇത് നടന്നു കഴിഞ്ഞു, തോറ്റിരിക്കുന്നു എന്ന ബോധ്യപ്പെടൽ അത് നടന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിയും സ്റ്റേറ്റ് സെക്രട്ടറിയൊക്കെ കഴിഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ്. ഭദ്രാണെന്നാണ് പറഞ്ഞത്, അടിത്തറ ഭദ്രാണെന്നാണ്. ശബരിമലയെക്കുറിച്ച് പോലും ഇപ്പോൾ അമൃത ഇൻട്രോയിൽ പറഞ്ഞില്ലേ, ശബരിമലയെക്കുറിച്ച് അങ്ങനെ ഒരു കൺക്ലൂഷൻ അവരെത്തിയിട്ടില്ല കേട്ടോ. ശബരിമലയെക്കുറിച്ച് അതൊക്കെ പരിശോധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല അച്ചട്ടായി പറഞ്ഞ കാര്യമുണ്ട്, ഇത് അന്വേഷണം കഴിയുന്നവരെ ഒരു നടപടിയും സ്വീകരിക്കില്ല എന്നുള്ളതാണ്. ഇത് അകത്ത് കിടക്കുന്ന ആളുകൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്താണ്, ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ആരോടാണ് ഇവർ, ഏത് ലോകത്താണല്ലോ പോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം, ഇവരാരോടാണ് സംസാരിക്കുന്നത് എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഗോവിന്ദ മാഷ് വാർത്താ സമ്മേളനം വിളിച്ച് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം വിചാരിക്കും, ഇത് ബുദ്ധിയുള്ള മനുഷ്യരോടല്ലേ അദ്ദേഹം സംസാരിക്കുന്നത്. അങ്ങനെ പ്രശ്നമില്ല അതിനകത്ത്. കാര്യങ്ങളെ വിവേചിച്ചറിയുവാനുള്ള ശേഷിയുള്ള മനുഷ്യരല്ലേ ഇവിടെ ജീവിക്കുന്നത്, അവരോടല്ലേ അദ്ദേഹം സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം ആകെ അംഗീകരിച്ചത് എന്താണ്, മധ്യ കേരളത്തിലും മലപ്പുറത്തും തിരിച്ചടി ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഇവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായുള്ള അനിൽകുമാറിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ ഇപ്പോൾ വായിച്ചു. അദ്ദേഹം മലപ്പുറത്തും ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നത്. മലപ്പുറത്ത് 33 അംഗ ജില്ലാ പഞ്ചായത്തിൽ ഒരു CPMന് വേണ്ടി എഴുന്നേൽക്കാൻ ഒരാളില്ല, 0 അവരുടെ അംഗസംഖ്യ എന്ന് പറയുന്നത്. എന്നിട്ട് ഇവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ദീർഘമായ കുറിപ്പ് എഴുതിയിരിക്കണം, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ആണ് കാണുന്നതെങ്കിൽ അത് വലിയ ഗുരുതരമായ പ്രശ്നമാണ്. അപ്പോൾ അത് ഒന്നാമത്തെ ഘട്ടം കടക്കേണ്ടിയിരുന്നത് ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുക എന്നുള്ളതായിരുന്നു. പക്ഷേ അത് നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ എന്തുകൊണ്ട് ഈ ഇലക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ട്രിഗറുകൾ, 2 സംഗതികൾ LDFനെ ബാധിച്ച 2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ശബരിമലയാണ്, രണ്ടാമത് വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട വെള്ളാപ്പള്ളിയെ പൊക്കി നടന്ന കാര്യമാണ്. ശബരിമലയെക്കുറിച്ച് അദ്ദേഹം അംഗീകരിക്കുന്നില്ല, അത് പരിശോധിക്കാമെന്ന് പറയുന്നത്. വെള്ളാപ്പള്ളിയെക്കുറിച്ചുള്ള ചോദ്യത്തെ പോലെ അഡ്മിറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഒരു കാര്യം ആലോചിച്ചു, കേരളത്തിൽ ഒരു കോടിയിലേറെ വരുന്ന ഒരു ജനവിഭാഗത്തിനെതിരെ വിഷം തുപ്പി നടന്നൊരു മനുഷ്യനെ സംസ്ഥാനത്തെ നവോത്ഥാന സമിതിയുടെ ചെയർമാനാക്കുക, മുഖ്യമന്ത്രി അയാളെ കാറിൽ കയറ്റി നാട് മുഴുവൻ ആദരിക്കുക, എന്നിട്ട് ആ ഒരു ജനസമൂഹത്തെ അവരെ അപമാനിക്കുന്ന സമീപനം സ്വീകരിക്കുക, അത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായിട്ടുണ്ടെന്ന് സാമാന്യബോധമുള്ള സർവ്വ മനുഷ്യർ, ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പോലും പറയുക എന്നതിന് ശേഷവും പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി അത് സംബന്ധമായ ഒരു ചോദ്യത്തെ അഡ്മിറ്റ് ചെയ്യാൻ പോലും അദ്ദേഹം സന്നദ്ധനല്ല. അത് ഇങ്ങനെ ഒഴിഞ്ഞു മാറുക, അത് ഒരുതരം അസഹിഷ്ണുതയോടുകൂടിയാണ് ആ ചോദ്യത്തെ പോലും അഭിമുഖീകരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, അടിസ്ഥാനപരമായത് മുഖ്യമന്ത്രി ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. പിണറായി വാഴ്ത്തുപാട്ട് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയന് വിഷമമുള്ളൊരു കാര്യം പറയണ്ട, അല്ലെങ്കിൽ പറയാൻ എന്നെക്കൊണ്ട് വയ്യ എന്നുള്ളതായിരിക്കും. അങ്ങനെയാണ് അപകടകരമായിട്ടുള്ള സാഹചര്യമില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ആകാൻ പാടില്ലല്ലോ. സാധാരണഗതിയിൽ നമുക്കറിയാം, സംസ്ഥാനത്ത് CPIM ഭരിക്കുമ്പോൾ ഭരണത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? പാർട്ടിയാണ്. പാർട്ടി സെക്രട്ടറിയാണ് എപ്പോഴും മേലെ നിൽക്കുന്നത്. പക്ഷേ ഇന്ന് പാർട്ടി സെക്രട്ടറിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ പോലും സാധിക്കാത്ത ഒരു എക്കോസിസ്റ്റം ഇതിനകത്ത്, ഈ പാർട്ടിക്കകത്ത് രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം
അത് ഗുരുതരമായ സാഹചര്യമാണ്. അതുകൊണ്ട് കാര്യങ്ങൾ ശരിയാം വിധം വിശകലനം ചെയ്യുക എന്നുള്ളതാണല്ലോ. ഒരു പരാജയം നടന്നു കഴിഞ്ഞാൽ ആരാണെങ്കിലും ഏത് പാർട്ടിയാണ്, പരാജയമല്ല വിജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. എന്താണ് വിജയത്തിൻ്റെ ഘടകങ്ങൾ എന്ന് വിശകലനം ചെയ്യണം, പരാജയപ്പെട്ടാൽ പരാജയത്തിൻ്റെ ഘടകങ്ങൾ എന്താണെന്ന് വിശകലനം ചെയ്യണം. അതിന് സാധിക്കാത്തൊരു സാഹചര്യമാണ് ഈ പാർട്ടിക്കകത്തുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സൂക്ഷ്മമായ ശരിയായൊരു വിശകലനം നടത്തിയാൽ അത് പ്രശ്നമാകും. ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ ശബരിമലയിൽ അവിടെയുള്ള സ്വർണ്ണപ്പാളി അടിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്നുള്ളത് മലയാളികളെല്ലാവരും വിശ്വസിക്കുന്നു. അതിൽ CPM അത് സംരക്ഷിക്കാൻ ഉത്തരവാദിത്തം ഏൽപ്പിച്ച ആളുകളാണ് അത് മുന്നിൽ നിന്നത് എന്നതും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അപ്പോഴും അത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്, അത് ഇലക്ഷനെ ബാധിച്ചിരിക്കുന്നത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ അത് അഡ്മിറ്റ് അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത ആൾക്കെതിരെ, ജയിലിൽ കിടക്കുന്ന ആൾക്കെതിരെ നടപടി എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കും? അങ്ങനെ നടപടി എടുത്താൽ അത് അവിടെ നിൽക്കുകയില്ല, അത് ഇങ്ങോട്ട് മേലോട്ട് വരും എന്ന ഭീതിയാണ്. എങ്കിൽ അത് അപകടമാണ്. അപ്പുറത്ത് വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ അത് വിശകലനം ചെയ്യാൻ മടിക്കുന്നത് പിണറായി വിജയന് ബുദ്ധിമുട്ടാവുന്നു. അത് ഈ ഒരു ഭീതിയുടെ അന്തരീക്ഷം പാർട്ടിക്കകത്തുണ്ടെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. അപ്പോൾ ഈ തെരുവിൽ പണിയെടുക്കുന്ന സഖാക്കളാണ് യഥാർത്ഥത്തിൽ തിരുത്തേണ്ടത്. ഇതേക്കുറിച്ച് ചോദിക്കേണ്ടത്. പക്ഷേ ഒരുപാട് സഖാക്കൾ അതേക്കുറിച്ച് എഴുതുന്നുണ്ട്.